മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഇടനെഞ്ഞൻ താളമോടെ നെടുവീർപ്പിൻ മോളലോടെ, ഇടനെഞ്ഞൻ താളമോടെ നെടുവീർപ്പിൻ മോളലോടെ മലർമഞ്ചൽ തോളിലേറ്റി പോകില്ലേ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഒരു കുമ്പിൾ മണ്ണ് കൊണ്ട് വീട് വയ്ക്കാൻ, ഒരു തുമ്പപ്പൂ കൊണ്ട് വീരുന്നൊരുക്കാൻ, ഒരു നല്ല മാങ്കയ്യ മണ്ണിൽ വീഴ്ത്താം, ഒരു കാറ്റിൻ കനിവിനായി, ഒരു കാറ്റിൻ കനി. വിദ്യാർത്ഥികളായിരുന്നു നമ്മുടെ ബാച്ച് എന്നാണ് നമ്മുടെ മാഷന്മാർ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം. ഈ ബാച്ചിൻ്റെ 53-ാം വർഷമാണ് നമ്മളിവിടെ കുടുംബസമേതം ആഘോഷിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പരിപാടികളുടെ വിജയത്തിനും ഇവിടെ ഒരു ഈശ്വര സാന്നിധ്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു പ്രാർത്ഥനാ ഗാനത്തിൽ നമുക്ക് പങ്കുചേരാം. ഗാനം ആലപിക്കുന്നത് അംസല ചാർജ്. സഹപാഠികളായ ഈ എൽ.പി. സ്കൂൾ അതിൻ്റെ ടീച്ചറും ഹൈസ്കൂൾ മാസ്റ്റർ ജോലി. നമ്മൾ 1973 ബാച്ചിലെ സ്റ്റുഡൻസാണ്. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം 1982-ലാണ് തോന്നുന്നത് ഒരു സംഗമം ആൺകുട്ടികൾ മാത്രമായിട്ട് നടത്തുന്നത്. അത് കണ്ട് പുറത്ത് വന്നതിൻ്റെ മോക്കം വീഡിയോക്കെ കണ്ടതിന് ശേഷം പെൺകുട്ടികൾ കൂടി അതിൽ ജോയിൻ ചെയ്യുന്നത് ഒരു മഹാസംഗമം തന്നെ നമ്മൾ നടത്തി സ്കൂളിൽ 2010. അതിൽ എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുത്തു. വീട്ടുകാരും അവരുടെ കുട്ടികളും വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് പങ്കെടുത്തു. അതൊരു നല്ല സംഭവം തന്നെയാണ് എനിക്ക് തോന്നുന്നത്, എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുള്ളത്.
അതിനുശേഷം നമ്മൾ പല സംഗമങ്ങൾ നടത്തി, കഴിഞ്ഞ വർഷം നടത്തി, ഇപ്പോൾ ഇത് ഈ വർഷം നടത്തുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സ്ഥലങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ ചാരിറ്റി ബേസിൽ കുട്ടികൾക്ക് 1-2 പേരുടെ സഹകരണത്തോട് കൂടിയിട്ട് പൈസ സംഘടിപ്പിച്ച് ചെയ്യുന്നുണ്ട്. വീണ്ടും ഇതുപോലെ കുറച്ച് പേരെ കൂടി കുറേ പൈസകളൊക്കെ തന്ന് ഒരു ചാരിറ്റി നടത്താനൊരു അവസരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരും അതിലേക്ക് മുൻകൈ എടുത്ത് കാണുന്നില്ല. അപ്പോൾ അതൊന്ന്. അപ്പോൾ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി വിപുലമായിട്ട് നമ്മൾ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പലർക്കും ഇപ്പോൾ അതിന് താല്പര്യമില്ലാത്ത പോലെയാണ് കാണുന്നത്. അത് ഒരു വശം നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല വിപുലമായ രീതിയിൽ നടത്തണം. ഇപ്പോഴും വരാമെന്ന് പറഞ്ഞ പലരും അതിന് കിട്ടിയില്ല. അതെന്തോ ഒരു താല്പര്യക്കുറവ് എല്ലാവർക്കും. അത് എന്താണെന്ന് അറിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ 2 ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മറന്നു വീണ്ടും പോകും. അപ്പോൾ ഇടയ്ക്കൊന്ന് കൂടിയ ആൾക്കാർ കാണാൻ സംസാരിക്കുക എന്നാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അതിൻ്റെ കൂടെ കുറച്ച് ചാരിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഉദ്ദേശിച്ചിട്ടാണ് നടത്തുന്നത്. അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് നമുക്ക് കൊണ്ട് ആർക്കും ഒരു മെച്ചമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു വൈക്ലഭ്യം പോലെ തോന്നുന്നുണ്ട് എന്തോട്ടെ. പിന്നെ ഈ ഗ്രൂപ്പുണ്ടല്ലോ SLCയിലെ വാട്സപ്പ് ഗ്രൂപ്പ്, അതിൽ ഒരുപാട് മെസ്സേജുകൾ ആവശ്യമില്ലാത്ത വരുന്നു എന്നൊരു കംപ്ലൈൻറ്റ് കിട്ടും. അതിൽ മെസ്സേജ് അയക്കുന്നത് 4 പേരാണ്. ഒന്ന് ഞാൻ, പിന്നെ ആൻഡ്രോ, പിന്നെ മൂക്കൻ, പിന്നെ ജോസഫ്. അപ്പോൾ ഇനി തൊട്ട് അത് ആരും അയക്കാൻ ഞാൻ തീരുമാനിച്ചു. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഇങ്ങനെയുള്ള എന്തെങ്കിലും കലാപരിപാടികൾ, എന്തെങ്കിലും ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ പിന്നെ ഗ്രൂപ്പ് വിരിച്ചു വിടുക, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അങ്ങനെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഇടുമ്പോൾ അതിനൊന്നുപോലെ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡീലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡീലൈക്ക് ചെയ്യട്ടെ. അതല്ലാണ്ട് വെറുതെ ഗ്രൂപ്പുണ്ട് എല്ലാ 1-2 പേരുള്ളൂ, ബാക്കിയുള്ള ഇല്ല. ആർക്കും താല്പര്യം നമുക്കത് ആവശ്യമില്ല. പിന്നെ അതിന് വേണ്ടി സമയം മെനക്കെടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ 1-2 കാര്യങ്ങൾ ഈ അവസരത്തിൽ പറയാനുണ്ട്. അതുപോലെ എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ആൾക്കാർ കുറച്ച് പേര് കൂടി വരുന്നു പറഞ്ഞിരുന്നു. ആരെങ്കിലും വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിലൂടെ നീങ്ങാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കിതിൽ നെക്സ്റ്റ് പരിപാടി ആദരാഞ്ജലിയാണ്. ആദരാഞ്ജലി ഞാൻ തന്നെ പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ടീച്ചർമാരുടെ മനസ്സിൽ നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട്. 2-3 ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിതുപോലെ അത് ഷെയർ ചെയ്തില്ല. അതുകൊണ്ടാണ് 73 ഡിസംബറിൽ നമ്മൾ ഇവിടെ വിട്ടുപോയി, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നീങ്ങി. ഡിസംബറിൽ ഒരു ദിവസം ഞാൻ തൃശ്ശൂർക്ക് സൈക്കിളിൽ വരായിരുന്നു. അപ്പോൾ ഗോസമുദ്ര സാറ് ടീച്ചർ വീടാണ്, നമുക്കറിയാമെന്ന് വിചാരിക്കും. ടീച്ചർ എന്നെ കണ്ട വഴിക്ക് ആ വീടിനെ റേത്തുനിന്ന് ഇറങ്ങി പടിയിലവിടെ വന്നു. ഞാൻ ആ വെച്ചവഴിക്ക് എന്നെ വിളിച്ചു, എന്നോട് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ഈ ബാച്ചിനെ മറക്കാൻ പറ്റില്ല. എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ്സിലത്തെ സ്റ്റുഡൻ്റാണ് എല്ലാവരും ഇരിക്കുന്നതെന്നാണ് എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുന്നത്. സംഗതി വേറെ ആൾക്കാരാണ്. എന്നിരുന്നാലും എനിക്ക് നിങ്ങളുടെ ബാച്ചിനെയാണ്. പുരുഷ വിഭാഗം സംഗമത്തിന് തയ്യാറെടുത്തു. ആ തയ്യാറെടുത്തപ്പോൾ ഞാനും ജോസും കൂടി ഹെഡ് മാസ്റ്റർ വിളിക്കാൻ പോയി. ഹെഡ് മാസ്റ്റർ വീട് എൻ്റെ തൊട്ടാണ്. ആ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്, മാഷ് കണ്ണ് കാണില്ല, നിങ്ങളൊന്ന് കാണാൻ കഴിയില്ല, അതൊന്ന് ശ്രദ്ധിച്ചോളൂന്നും പറഞ്ഞു. അങ്ങനെ ഞാനും ദിവസം മാഷം ഉള്ളിൽ കയറി ഞാൻ സംസാരിച്ച് തുടങ്ങി. ഇത്തിരി കഴിഞ്ഞപ്പോൾ മാഷ എന്നോട് പറഞ്ഞു, സിയാറിൻ്റെ അല്ലേ നീ അതേ മാഷ് എന്നെ കാണാൻ പറ്റിയത്. ഇന്ന് പാട്ടൊക്കെ എൻ്റെ ചെവിട്ടിലിരിക്കുന്നില്ലേ, അതൊക്കെ എനിക്കറിയാം. ആ സൗണ്ട് കേട്ടോ. ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ പോയതിന് ശേഷം പിന്നെ അവിടെ അലങ്കോലപ്പെട്ടുള്ള സംഗതികളാണ്. എന്നും സമരം, എന്നും കൂട്ടിൻ്റെ ഉള്ളിലേക്ക് താറൊഴുകിയിൽ കീല് വെച്ചിട്ട് തുറക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അസഭ്യം പറയുന്നു. നിങ്ങൾ ആരെയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട? നിങ്ങളോട് അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല എന്നാണ് അന്ന് പണ്ഡിറ്റ് മാഷും ഡ്രോയിങ് മാഷും പന്ത്രണ്ട് മാഷും പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് ശേഷം ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ ചെമ്പോട്ടിലെ കാക്കൻ്റെ തൊട്ടുള്ള വഴി, ആ വഴിയിലൂടെ വരുമ്പോൾ ഒരാൾ പിന്നീട് വിളിക്കാൻ എൻ്റെ ഒന്നത് വിളിച്ചു. അപ്പോൾ ഒരു സ്ത്രീ ശബ്ദമാണ് ആടെ എൻ്റെ ഈ സമയത്ത് ഇവിടെ നിന്ന് വിളിക്കുന്നത്. എന്നിട്ട് നോക്കിയപ്പോൾ നമ്മുടെ സരോജിനി ടീച്ചർ, നമ്മുടെ ഹിന്ദി എടുക്കുന്ന ടീച്ചറാണ്. ആ ടീച്ചർ വിളിച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, മാഷ എന്ന് വിളിച്ചു.
ഞാൻ മാഷിൻ്റെ കൂടെ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ മാഷിൻ്റെ അല്ല ടീച്ചറുടെ ഹസ്ബൻഡാണ് ഇവരാണ് മാഷിനെ വിളിച്ചിരുന്നത്. രണ്ട് സ്റ്റുഡൻറ്റുമാരെ എല്ലാ വിദ്യാർത്ഥികളും ഈ അധ്യാപകരുടെ മനസ്സിലുണ്ട്, അവരുടെ പ്രാർത്ഥനയും അവരുടെ അനുഗ്രഹം നമ്മുടെ മേലെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ ആരും ക്രിമിനൽ ആവാത്തതും ഒരുവിധം നല്ല ജീവിതം നയിച്ചുകൊണ്ട് കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ ടീച്ചർമാരെല്ലാം അധ്യാപകരെല്ലാം മരിച്ച് സർവശക്തൻ്റെ അടുക്കിലെത്തിയിട്ടുണ്ട്. അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഈ സർവ്വഗുണങ്ങളും കിട്ടിയിട്ടുള്ളത്. അവരുടെ മുന്നിൽ നമുക്കൊരു വഴി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കും. പിന്നെ നമ്മുടെ സഹപാഠികൾ 6 ആൺകുട്ടികളും 6 പെൺകുട്ടികളും ലോഹവാസം കഴിഞ്ഞുപോയി. പിന്നെ ഒരു 3 ആൺകുട്ടികൾ നമ്മൾ കണ്ടെത്താനുണ്ട്. അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയില്ല. 2 പെൺകുട്ടികളും 3 പേരുണ്ടായിരുന്നു. ചിലപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയത് ഒരാൾ മരിച്ചെന്നുള്ളതായിട്ടാണ്. ബാക്കി 2 പേര് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ ഗ്രൂപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട്, 2-3 തവണ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ദിവസം അത് പ്രത്യേകിച്ച് എഴുതിയിട്ട് അവരുടെ ഫോൺ നമ്പറോ അവരുടെ ബന്ധുക്കളുടെ നമ്പറോ ആരെയും കിട്ടുകയാണെങ്കിൽ അറിയിച്ചാൽ നമുക്ക് അവരെ കൂട്ടിയിണക്കാം എന്നതായിട്ട് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കൊരു നിമിഷം അതിന് വേണ്ടി പ്രാർത്ഥന ചെയ്യും. അത് നമ്മുടെ സംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഡെന്നി സാറിന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ചെയ്യും. നിങ്ങളുടെ ലീഡറായിരുന്ന അതുപോലെ അതുപോലെ വർഷങ്ങളൊക്കെ പിന്നിട്ടിട്ടും 15 എത്തി നിൽക്കുന്ന പോലെ അല്ലേ മനസ്സിൽ തോന്നലില്ലേ? 15 നിൽക്കണ സ്കൂളിൽ അന്വേഷണത്തിൽ വരുമ്പോൾ എനിക്കൊക്കെ തോന്നാറുണ്ട്. ഞാൻ പഴയ സ്കൂളിൽ പഠിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ ഒരു 15-14 വയസ്സാണെന്ന് തോന്നുന്ന 15-14 വയസ്സാണെന്ന് തോന്നുന്നൊരു പ്രതീതിയായിരിക്കും നമ്മുടെ പഴയ സ്കൂളിലേക്ക് എത്തുമ്പോൾ. ആ ഓർമ്മകളും ഇവിടെ അങ്ങനെ മരങ്ങളും ഇല്ല. ഞങ്ങളൊക്കെ ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ പാടങ്ങളും ഇങ്ങനെ പതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ പഴയ ഓർമ്മകൾ വരും. ആ ഒരു പ്രതീതിയിലിരിക്കുന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച ഈ സംഘാടകരെ അഭിനന്ദിക്കാൻ പ്രത്യേകം ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ ഞങ്ങളെ സംബന്ധിച്ച് വലുതാണ്, നിങ്ങളുടെ ചെറിയൊരു ഇതാണെങ്കിലും ഞങ്ങൾക്ക് സ്കൂളിനെ സംബന്ധിച്ചൊരു വലിയൊരു സപ്പോർട്ടാണ്. കാരണം നമുക്കറിയാം നിങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള പോലെയുള്ള കുട്ടികൾ വളരെ സാമ്പത്തികമായി പിന്നാക്കം നിന്ന കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു കൈത്താങ്ങ് എന്നുള്ള രീതിയിൽ നിങ്ങൾ തരുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ ഒരു സ്നേഹമായി ഞങ്ങൾ കണക്കാക്കാണ്. അതിന് പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്താം. ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒരു ടീച്ചർമാരുണ്ട്. അന്ന് മാഗി ടീച്ചർ അറിയാം, ലില്ലി ടീച്ചർ, അന്തർമാഷ് ടീച്ചറൊന്നും ഞാൻ വർക്ക് ചെയ്തില്ല. മാഗി ടീച്ചറെ കുറച്ച് കാലം ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് മാഗി ടീച്ചർ HM ആയിട്ടും പ്രിൻസിപ്പളായിട്ടും ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു 1992. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളൊക്കെ അന്ന് റിട്ടയർ ചെയ്യുന്ന സമയം ആയോടിക്കില്ല ഏകദേശം. അപ്പോൾ ഒരു 10-20 വയസ്സ് വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ തമ്മിലുണ്ട്. ഒരു 68-70 വയസ്സ് അല്ലേ നിങ്ങളായിരിക്കും. എൻ്റെ കണക്കുകൂടലനുസരിച്ച് 67 വയസ്സുകളുടെ ഇടയിലെ അംഗങ്ങളാണ്. അപ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനൊരു ഗാദറിങ് ഇങ്ങനെ വരിക എന്ന് പറയുന്നത് പ്രധാന ഒരു കാര്യമാണ് അല്ലേ. അതിന് സമയം കണ്ടെത്താനും അതിന് പ്രായാധിക്യത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അതിനൊക്കെ മറികടന്നുകൊണ്ട് ഇതിനെത്തി ഒത്തുചേരാനും അല്ലാതെ ആ മനസ്സിനൊരു എന്നൊരു സന്തോഷം നന്മയൊക്കെയാണ് അതിൻ്റെ ഇത് കാണിക്കുന്നത് എന്നാണ് ഞാൻ പറയാം. അപ്പോൾ അത് ഇനി നിങ്ങൾക്ക് ഇനിയും വരും വർഷങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാനും ഈ അവസരം ഉപയോഗിക്കാം. ഈ വർഷത്തിൻ്റെ പ്രത്യേകതയില്ല അറിയോ? നിങ്ങൾക്ക് പലരും കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ വർഷത്തിൻ്റെ പ്രത്യേകത അതായത് 1927 സ്കൂൾ സ്ഥാപിതമായി. പ്രൈമറി പിന്നെ 54 ഹൈസ്കൂളായിട്ട് ഉയർന്നത്. ഇപ്പോൾ 27 എന്ന് പറയുന്നത് 26-27 കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ 2026-27 എന്തായിരിക്കും? 100-ാം വർഷം. അപ്പോൾ ഈ നമ്മുടെ വിദ്യാലയം 100-ാം വർഷത്തിലേക്ക് 100-ാം വർഷത്തിൻ്റെ
ആഘോഷങ്ങളിലാണ്. അപ്പോൾ അതിനൊരു സപ്പോർട്ടും ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ സപ്പോർട്ട്. അത് ഞാൻ പറഞ്ഞ സാമ്പത്തികം ആവണമെന്നില്ല, നിങ്ങളുടെ കലാപരമായോ അല്ലെങ്കിൽ മറ്റുള്ള കഴിവുകളാണെങ്കിൽ കുട്ടികൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു അവസരം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ വയസ്സ് മീറ്റിങ്ങിൽ അതിൽ വയസ്സ് ആക്ടിവിറ്റികളുണ്ടാവും. ഒരാരെയും ഇല്ല എക്സിക്യൂട്ടീവ്സിൽ ഞാൻ അന്ന് മീറ്റിംഗ് കൂടിയപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വന്നതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് സമ്പത്തിനുപരി സപ്പോർട്ടാണ് നമുക്ക്. പ്രത്യേകിച്ചും ഈ പ്രദേശത്തുള്ളവരൊക്കെ ആവില്ല. മാത്രമല്ല നിങ്ങൾക്ക് പല കഴിവുകളുണ്ടാവും. മാത്രമല്ല നിങ്ങളിപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയം, ഒരുപാട് സമയം നിങ്ങൾ കയ്യിലുണ്ട്. നിങ്ങളുടെ കഴിവുകൾ ഇപ്പോൾ പാടാൻ കഴിവുകളുണ്ട്. ഇപ്പോൾ പാട്ടോടെ നന്നായി പാടും എന്നാണ് ഞാൻ കേട്ടത്. പാട്ടൊന്നും കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ സ്വന്തം പാടിയ ചേച്ചി നന്നായി പാടി ഇതുപോലെ പാടാൻ കഴിവോ അല്ലെങ്കിൽ ചെസ്സോ അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കഴിവുകളുണ്ടെങ്കിൽ അവരെ കുട്ടികൾക്ക് കുറച്ച് സമയം ചെലവാക്കിക്കൊണ്ട് അവരുടെ ആ നമ്മുടെ കഴിവുകൾ അവർക്ക് പകർന്നു കൊടുക്കാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വിഷയങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പ്രാവീണ്യമുള്ളവർ, നിങ്ങൾ ബുദ്ധിമുട്ടിക്കാനല്ല, എനിക്ക് അറിയുന്നവരുണ്ടാവും. അപ്പോൾ നമ്മുടെ ഓൾഡ് സ്റ്റേഴ്സ് ആവുമ്പോൾ സ്കൂളിനോടൊരു പ്രതിബദ്ധി വേറെയാണ്. പുറമേ നിന്ന് ഒരാൾ വന്ന് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഓൾഡ് സ്റ്റുഡൻറ്റ് വന്ന് ക്ലാസ് എടുക്കുന്നത് അതിൻ്റെ സന്തോഷം നൽകുക. അപ്പോൾ അങ്ങനെ ഒരു അവസരം നമുക്ക് തുറന്നു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികം സപ്പോർട്ട് ചെയ്യാവുന്നവർക്ക് പറ്റുമെന്നും ചെയ്യാം. അല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മറ്റു പറയുക ആരോഗ്യപരമായോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കൊണ്ടോ നമ്മുടെ സ്കൂളിൽ സപ്പോർട്ട് ചെയ്താൽ അതും നല്ലൊരു സഹായമായി മാറുമെന്ന് തോന്നും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും ഒരു വർഷങ്ങളിൽ ഇതുപോലെയുള്ള ഗംഭീരതകൾ ഉണ്ടാവട്ടെ. നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ പാരകുട്ടികൾക്കും അല്ലേ, ഇപ്പോൾ ഒരുവിധ പാരകുട്ടികളൊക്കെ ആയിട്ട് കളിപ്പിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കണം അല്ലേ? ശരിയല്ലേ? എൻ്റെ കണക്കൂട്ടൽ ഒരു പക്ഷേ ഇപ്പോൾ നാട്ടിലുണ്ടാവില്ല, ചിലപ്പോൾ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോഴും അവരായിട്ട് സന്തോഷമുള്ളൊരു ജീവിതം ആശംസിക്കുകയാണ്. ഞാൻ ഔദ്യോഗികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം. പ്രസംഗം മാത്രം പോരല്ലോ, ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി ജോസഫിനെ ക്ഷണിച്ചു.
അന്ന് തമ്പുരുവിൽ കാവ്യമല്ലയോ മഞ്ഞലയിൽ മുങ്ങിയുന്ന തിങ്കളല്ലയോ അന്ന് തമ്പുരുവിൽ കാവ്യമല്ലയോ കരയുള്ളിലൂരിന്നൊരെന്റെ രാഗമേ കരയരുതേയോ കരയുള്ളിലൂരിന്നൊരെന്റെ രാഗമേ കരയരുതേയോ കഴിഞ്ഞുപോയ കാലം കാത്തിരക്കരേ കൊഴിഞ്ഞുപോയ രാഗം കടലക്കരേ കഴിഞ്ഞുപോയ കാലം കാട്ടിനക്കരേ ഒഴിഞ്ഞുപോയ രാഗം കടലിനക്കരേ കാർമൽ കോളേജ് പ്രിൻസിപ്പൽ ഒരു സന്ദേശം നമുക്ക് നൽകുന്നതാണ്. ഏറ്റവും സ്നേഹത്തോടെ CP ഡേവിസ് മാഷെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്നോട് 2 കാര്യങ്ങളാണ് പറയാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം കുട്ടികളുടെ റീഡിങ് ഹാബിറ്റിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. പിന്നെ ആൻഡ്രോനോട് പറഞ്ഞു, പക്ഷേ പറ്റുമെങ്കിൽ മയക്കുമരുന്നിനെയും മദ്യത്തിനെയും എതിരായിട്ടുള്ള ഒരു 2 വാക്ക് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ലൈബ്രറീനെ കുറിച്ച് പറയാം, കുട്ടികളുടെ റീഡിങ് ഹാബിറ്റിനെ കുറിച്ച് പറയാം, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പ്രതിപാദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ കുട്ടികൾ നമ്മുടെ കൊറോണ ടൈമിലാണ് കൂടുതലായിട്ട് മൊബൈലിൽ താല്പര്യം കാണിച്ചു തുടങ്ങിയത്. അതുവരെ അവർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വീട്ടിലുള്ള ഫോൺ എടുത്ത് വന്ന് നോക്കി അങ്ങനെയാണ്. ഇതിപ്പോൾ മറ്റന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഫോൺ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ആ കൊറോണ ടൈമിലുണ്ടായത്. അത് വലിയൊരു അപകടത്തിലേക്കാണ് നമ്മളുടെ കൊച്ചു മനസ്സുകൾ മാറിയിരിക്കുന്നത് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോൾ ഒഴിവ് കിട്ടിയാലും ഫോൺ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ടെൻഡൻസി കുട്ടികളുടെ ഇടയിലുണ്ട്. അതിന് പകരം നമ്മൾ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട് വായനാശീലം വളർത്താനായിട്ടുള്ളൊരു സംരംഭം നമ്മൾ എല്ലാ സ്കൂളുകളും തുടങ്ങിയാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ സ്കൂളിൽ മാഷ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലൈബ്രറി ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബുക്കുകൾ കൊടുക്കുക, എത്ര ദിവസങ്ങളിൽ വായിച്ച് തിരിച്ചു തരിക. അതിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്ന കുട്ടികൾക്ക് ഒരു അവാർഡ് കൊടുക്കും. അത് വലിയ സംഭവമായിരിക്കും. ആദ്യത്തെ ഒരു 5 കുട്ടികളുടെ അവാർഡ് ഞാൻ തന്നെ തരാം. പക്ഷെ അത് സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലത്തെ 5 കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള അവാർഡ് ഞാൻ സമ്മാനമായിട്ട് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പ്രത്യേകം പറയുകയാണ്. ഞങ്ങള് എൻ്റെ മോനൊരാൾ വിദേശത്തുണ്ട്, അമേരിക്കയിലുണ്ട്. ഞങ്ങള് ഒരു പ്രാവശ്യം ഇപ്പം ലാസ്റ്റ് ടൈം പോയപ്പോൾ അവിടെ കുട്ടികളുടെ വീടിന്റെ മുൻപില് ലൈബ്രറി മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡുകളുണ്ട്. അപ്പൊ ഞാൻ മോനോട് ചോദിച്ചത് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ബുക്കുകൾ വായിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പബ്ലിക് ലൈബ്രറി ആണ് അത്, ആ കോർപ്പറേഷനാണ് അത് നടത്തുന്നത്. ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണത്. അവരത് വീടിന്റെ മുൻപിൽ അത് എക്സിബിറ്റ് ചെയ്യും. അതൊരു വലിയൊരു ക്രെഡിബിലിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നി. കുട്ടികൾക്ക് അതൊരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അവർ കണ്ടമാന പുസ്തകങ്ങൾ വായിക്കുന്നു. മാൻ്റെ കുട്ടി ഒരുത്തൻ പുതപ്പിട്ട് മൂടിയിട്ട് പിന്നെ അവൻ മൊബൈലിൽ നോക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി അവൻ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ടെൻഡൻസിയിലേക്ക് മാറി. കുട്ടികൾക്കൊരു റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റീഡിങ് ഹാബിറ്റ് തീരെ ഇല്ലാതായി കുട്ടികൾക്ക്. അതാണ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ ചെറിയ ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കാലത്ത് പള്ളിയിൽ ലൈബ്രറി ഉണ്ടായിരുന്നു. പള്ളിയുടെ അടുത്തായിരുന്നു എൻ്റെ വീട്. പുത്തൻപീടിക എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ നേറ്റീവ് പ്ലേസ്. ഞങ്ങളിവിടെ താമസമാക്കിയിട്ട് 50 വർഷമായി. അപ്പോൾ ഈ പുത്തൻപീടിക പള്ളിയിൽ ലൈബ്രറിയിലുണ്ട്. അന്ന് വായിച്ച പുസ്തകങ്ങളാണ് നമ്മളുടെ പല പുസ്തകങ്ങളും. നമ്മളുടെ അബ്രഹാം ലിങ്കന്റെ ഓട്ടോബയോഗ്രാഫി, അതുപോലെ തന്നെ ടോൾസ്റ്റോയുടെ ഒരു ബുക്ക് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, വാർ ആൻഡ് പീസ് എന്നുള്ളൊരു ബുക്ക്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ട്. അങ്ങനെ പല പുസ്തകങ്ങളും. അതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ
അങ്ങനെ പല പുസ്തകങ്ങളും നമുക്ക് വായിക്കാനായിട്ടുള്ളൊരു സംരംഭം ചെറുപ്പത്തിൽ, എനിക്ക് ഒരു 10-15 ഓട്ടോബയോഗ്രാഫി ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സന്ദർഭത്തിൽ പറയാണ്. ഞാൻ സെൻറ് തോമസ് കോളേജിലെ ഒരു അധ്യാപകനായിരുന്നു, കോമേഴ്സിൻ്റെ പ്രൊഫസറായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കുട്ടികളോട് എപ്പോഴും പറയും, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നിങ്ങൾ വായനയാണ് വേണ്ടത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് സെക്കൻഡായിട്ട് എടുത്താൽ മതി എന്ന് ഞാൻ പറയാറുണ്ട്, ഉപദേശിക്കാറുണ്ട്. പല കുട്ടികളും എന്നോട് പറയും, മാഷ് അത് പറഞ്ഞത് വളരെ കറക്റ്റാണ്, ലൈബ്രറിയിൽ തിരക്കായി കുട്ടികൾ വായനാശീലം വളർന്ന് ഇന്നിപ്പോൾ അതൊക്കെ മാറി വീണ്ടും നമ്മുടെ കോളേജിലേക്ക് ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കാരണം വെച്ചാൽ കുട്ടികളുടെ ഈ മൊബൈലിൻ്റെ ദുരുപയോഗം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അല്ലാണ്ട് മൊബൈലിൻ്റെ ഒരു സതുദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു ഉപയോഗമായിട്ട് തോന്നാറില്ല. ആ ദുരുദ്ദേശത്തോടു കൂടിയിട്ടുള്ള ആ മൊബൈൽ ഉപയോഗം നമ്മൾ കുറച്ചു കൊണ്ടുവരാനായിട്ട് അധ്യാപകർക്ക് കഴിയണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിൽ, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോത്സാഹനമായിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 5 കുട്ടികൾക്ക് കൊടുക്കാനായിട്ടുള്ള അവാർഡ്, എൻ്റെ എമൗണ്ട് എത്ര മാസം ഞാൻ പറയാം, അത് മാഷം അവർക്ക് കൊടുത്തു. അപ്പോൾ ആ കുട്ടികളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വളരെ നന്നായിരിക്കുമെന്ന് പറയാനായിട്ട് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ഭാര്യ അവിടെയുണ്ട്, ജെസ്സി. ആളെ നിർബന്ധം, എനിക്ക് ആള് വരണം എന്നുള്ള കാര്യം നിർബന്ധം. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കാലത്ത് ഞങ്ങൾ കുർബാനയ്ക്ക് വരെ പോയിട്ടില്ല. പക്ഷെ ഇത് ഒന്നും ഇനി ഉച്ചതിരിഞ്ഞ് കുർബാനയ്ക്ക് പോകാമെന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അതിന് എൻ്റെ ഭാര്യയ്ക്കും പ്രത്യേകമായിട്ട് ഞാനൊരു നന്ദി പറയുകയാണ്. കാരണം എന്നെ നിർബന്ധമായിട്ട് കൊണ്ടുപോകുന്നതാണ്. എനിക്ക് സത്യത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയില്ല, എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് എന്തായാലും നന്നാവട്ടെ, ഈ സ്ഥാപനം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളും ഇതുപോലെ തന്നെ ഒരു ഗെറ്റ് ടുഗദർ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം, ഞാൻ സെൻറ് തോമസ് കോളേജ് ഞങ്ങൾ അധ്യാപകർ കൊല്ലത്തിൽ 3-4 പ്രാവശ്യം ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവാറുണ്ട്. റിട്ടയർഡ് അധ്യാപകർ ഓണത്തിനുണ്ടാവും, ക്രിസ്മസിനുണ്ടാവും, പിന്നെ ആരുടെയെങ്കിലും പ്രത്യേകമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു 4 പ്രാവശ്യം ഞങ്ങളെല്ലാവരും കൂടാറുണ്ട് അവിടെ കോളേജിൽ. ഞങ്ങൾക്ക് തന്നെ പ്രത്യേകമായിട്ട് റൂമൊക്കെ തന്നുണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് വേണമെങ്കിൽ, ഇപ്പോൾ ചീട്ടുകളിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ തിരിഞ്ഞ് പോയിട്ട് ഇവിടെ കളിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഈ സ്കൂളിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. റിട്ടയർഡ് അധ്യാപകരുടെ കാണാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. ഇപ്പോഴും നമ്മളുടെ ഒരു ബർത്ത്ഡേക്ക് ആ വിദ്യാർത്ഥികളെല്ലാവരും കൂടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാസിനോയിലൊരു ഗെറ്റ് ടുഗദർ വെച്ചു. ഞാനിപ്പോൾ പെട്ടെന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ് നൽകട്ടെ എന്ന് സർവേസിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. അടുത്തത് നമുക്കൊരു ലഘു നാടകമാണ്. നാടകത്തിന്റെ പേര് എൻ്റെ വിദ്യാലയം. അതിൽ അഭിനയിക്കുന്നത്, മാസ്റ്ററായിട്ട് അഭിനയിക്കുന്നത് ശ്രീ KP ജോൺസൺ. അനന്തായിട്ട് അഭിനയിക്കുന്നത് AO റാഫി. AO റാഫിയുടെ പേര് തൽക്കാലം മാറുന്നു, ടീച്ചർക്ക് വിഷമമായി എന്റെ തോന്നു വിളിച്ചപ്പോ. കുഴപ്പമില്ല, കഴിഞ്ഞേക്ക് എടുക്കാം. അഖിലായിട്ട് അഭിനയിക്കുന്നത് AF ജോർജ്. 3 പേരും ഒന്ന് ഈ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കും. എടാ, നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേൾക്കാ ഇത്? പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും, 5 ദിവസം കഴിഞ്ഞ് എത്തുക. ഇത് യൂണിഫോം എന്തോ ഇത്? ഇന്ന് ബുധനാഴ്ച പറഞ്ഞ ബുധനാഴ്ചയായിരുന്നല്ലേ, ഞാനതങ്ങ് മറന്നുപോയി. അപ്പൊ നമുക്കേ അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണോ വന്നേക്കുന്നേ? ഇരിക്കെ. അഖിലുണ്ടോ? ഉണ്ട്. ജീവനുണ്ടോ? ഒന്നല്ല, പിന്നെ ഇവിടെ വന്നിരിക്കുവോ? ജീവനുണ്ടോ ഈ ക്ലാസ്സിലെ? ഇല്ല, അവൻ ടൂറ് പോയി. ജീവന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ജീവൻ അച്ഛൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ലേ? ഇല്ല. ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കാം. അനന്തുണ്ടോ? പ്രസന്ന സാർ. നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാക്കണം. പ്രസന്റ് സാർ. സഞ്ചിത എന്തെങ്കിലും ഇട്ടോണ്ട് പോകാനാണോ? ഇവിടെ ഈ ക്ലാസ്സിലെ സഞ്ചിതയുണ്ടോ? സഞ്ചിത? സഞ്ചിതയല്ല. അത് ടൂർ പോയി കൊടുക്കില്ല. വരുണുണ്ടോ? വരുന്നില്ല, സാറ് വയ്ക്കോ. ഞാനും ഒരു 4-4 ആയിട്ടേ ഉള്ളൂ. വരുന്നുണ്ടോ ഈ ക്ലാസ്സിൽ? ടൂറിന് പോയി വരുന്നുണ്ടോന്ന് ചോദിച്ചേ. എന്നാ അത് പറയണം. എന്തുവായാലും 2 പേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഇന്നറിയാം. അഖിലിന്റെ അച്ഛൻ വന്നോടാ. അഖിലിന്റെ അച്ഛൻ വന്നോ?
പിന്നെ രാവിലെ മൈക്കാട് പണിക്ക് പോകുന്ന അച്ഛൻ വൈകിട്ട് വരത്തില്ലയോ? നിന്റെ അച്ഛൻ ഗൾഫിലല്ലായിരുന്നു? എന്റെ അച്ഛനല്ല ഗൾഫിൽ, ഇവന്റെ അച്ഛനാ ഗൾഫിൽ. ആ, നിന്റെ വീട് പണി എന്തോ മോനെ? വാർപ്പ് കഴിഞ്ഞ് ഇനി തറ കെട്ടിയാ മതി സാറേ. വാർപ്പ് കഴിഞ്ഞു, ഇനി നമുക്ക് അടുക്കളയുണ്ട്, അതിന് കെട്ടുന്ന മേച്ചിരിയെ വിളിക്കുന്ന പേരാ തറ. ആ ശരി ശരി, അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അത് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുവായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ എന്തോ വിഷയമായിരുന്നു? എവിടെ കേട്ടെന്നറിയാവോ? അങ്ങനെ വന്നാടാ മോനെ. പോയിട്ട് ആ സ്റ്റാഫ് റൂമിന്റെ അവിടെ ആ വലത് സൈഡിൽ ഒരു തടിയലമാര ഇരിപ്പുണ്ട്. കൊടുക്കാനാണോ? അതിന് മണ്ടത്തിന് ചൂട് ഇരിപ്പുണ്ട്. പോയിട്ട് നിനക്ക് വിഷയം അറിയണം എന്തുവാന്നില്ലേ? ആ ഒമ്പരട്ടെ. എടാ വിഷയം പറഞ്ഞോളാം സാറ്. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം. നീ വരാൻ നോക്കിയിരിക്കണം. നിനക്കറിയണോ? നിനക്കറിയണോ വിഷയം? ഏടാ പോയിരിക്കും. ഇത് വല്ലാത്ത വിഷയം. ഞാൻ മറന്നിട്ടില്ല. നിനക്ക് ഇനി അടുത്തോണ്ടേ. ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നോ? ഞങ്ങള് കണ്ടില്ല. എവിടെ നിർത്തിട്ട് പോയി? ഏടാ ഗ്രാമർ, മലയാളത്തിലെ ഗ്രാമർ എടുത്തോ? ഇല്ല ഇല്ല ഇല്ല. എന്നാ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം. കർത്താവ്, കർമ്മം, ക്രിയ. ക്രിയ. രാമുവിനെ പശു തൊഴിച്ചു. എന്താ പണിയാ കാണിച്ചത്? ഇതിനകത്ത് പറയുന്നേക്ക് രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും. പശു അല്ലേ തൊഴിച്ചേ? കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചു. ഓ, തൊഴിച്ചെന്നോ? എടാ പറഞ്ഞു മനസ്സിലായോ? ഈ തൊഴിക്ക് പറയുന്ന കർമ്മമെന്നാ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസം ഈ കർമ്മം നടക്കാറുണ്ട്. അച്ഛൻ പണിയും കഴിഞ്ഞിട്ട് അങ്ങ് കർമ്മം ചെയ്യും, അമ്മയും കർമ്മം ചെയ്യും. കർമ്മത്തിന്റെ ബഹളം ഇവരോട്. ഒരു അടിയാണെങ്കിൽ തരും കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് സംസാരിക്കരുത്. പറയുന്നതൊന്നും കേൾക്കരുത്. അതിനപ്പുറത്ത് കയറി സംസാരിച്ചോണം. കേകയുടെ ലക്ഷണം പറയടാ. അഖില് പറ. കേകയുടെ 4 കാലുണ്ട്, മാനിനെ പോലെ കൊമ്പുണ്ട്. അത് കേക മാൻ. അയ്യോ, പിന്നെ മാനിനെ പോലെ കൊമ്പുണ്ട്. കേഴയല്ല, കേക. കേക. നീ എഴുന്നേറ്റ് പറ. നീ പാസ് വിട്ടോടാ. ഇല്ല, കേക പറ. കേകയുടെ ലക്ഷണം പറ. 1 2 2 എന്നെയും കൊണ്ട് 1 2 പറയിപ്പിക്കരുത്. പറയാൻ 3 2 2 3 2 എഴുത്തുകൾ. 14 6 ഗണം. ഒരുത്തമിത് കേകയാ. എന്റെ അനന്തു, നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലടാ. നിനക്ക് ഈ തുടക്കവും കറക്റ്റാ, ഒടുക്കവും കറക്റ്റാ. സെന്റർ ക്ലിയർ ചെയ്താൽ മതി. അതെന്താ അവിടെ ചെയ്യാത്തത്? എന്താ അത് ഞാൻ ശ്രദ്ധിക്കാം. അത് ശ്രദ്ധിച്ചിരുന്നോ? അടുത്തെങ്ങോട്ട് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു. പഠിച്ചോ മലയാളത്തിന്റെ പദ്യം? അടുത്ത ഓരോ കോള്. തിങ്കളും താരങ്ങളും, തൂവള്ളി കതിർ ചിഹ്നം, തുങ്കമ്മ വാനിൻ ചവിട്ടിൽ, ലാണന്റെ വിദ്യാലയം, ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിള കൂതിയില്ലേ, മൺവിള കൂതിയില്ലേ. ഇങ്ങോട്ട് ഇറങ്ങിയോ? ചെല്ലടാ, വിളിച്ചല്ലോ. ആ മൺവിളക്കോട് ഇങ്ങോട്ട് വേടാ. ആ മൺവിളക്ക് എവിടോട്ട് വെക്ക. കേട്ടോ, ഇന്നലെ എന്റെ നെഞ്ചിലെ കൊണ്ടോ? അതിനകത്ത് മൺവിളക്കുണ്ടോ? ഇല്ല, മൺവിളക്കുണ്ടോ? വിളക്കെടുത്തോണ്ടു, വിളക്കെടുത്തോണ്ടു. മൺവിളക്കില്ലേ? ഏത് പാടി പദ്യം പാടി. കനകച്ചിലങ്കയില്ലേ? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കടമിഴിയിൽ കമലവെള്ളം കവിളിണയിൽ സിന്ദൂരം, നടന്ന പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം. ആ പുന്നാരമേ, ആ പിന്നാരം കൊണ്ട് ഇങ്ങോട്ട് വന്നാട്ടെ. ആ പിന്നാരം ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്തോ അത്? കടമിഴിയിൽ കമലതളം. കടമിഴിയിൽ കമലതളം എന്നാണോ? നിനക്ക് സമാധാനം ആ നേർച്ചയിട്ടൊന്നുമല്ല. ശ്രദ്ധിക്ക. ആ പുസ്തകം കൊണ്ട് ഉണക്കിയത് മലയാള മാസങ്ങൾ. അതറിയാമോ? മലയാള മാസങ്ങൾ എന്ന് പറഞ്ഞേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ചിങ്ങം, കന്നി, തുലാം, ആയില്യം. ആയില്ലയോ? ആയില്യം എന്നാ ചോദിച്ചാ സാറേ. ഇവിടെ 12 മാസങ്ങൾ വേണ്ടേ? ഫെബ്രുവരി വന്നത് മലയാള മാസത്തിനകത്ത്. എല്ലാം കൂടെ 12 കിട്ടിയാ പോരെ? എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ കൂടെ 12 കിട്ടിയാൽ മതിയാണ്. നീ പറയാ മലയാളം നാളുകൾ എഴുന്നേറ്റ് പറയങ്ങോട്ട്. മലയാളം നാളെ. അയ്യോ കേട്ടിട്ടില്ല. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, റീന, റാന്നി, തോന്നി. അതെനിക്ക് തോന്നി. ഇങ്ങോട്ട് വാ. മലയാളത്തിൽ റാണി, തോന്നി.
മലയാള നാളുകൾക്ക്. സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങ് തലവേദന, എനിക്ക് സഹിക്കാൻ പറ്റില്ല. സാർ ഒന്ന് റെസ്റ്റ് എടുത്തോ 2 മിനിറ്റ്. ബുക്ക് കൊണ്ടുപോകാം, ബുക്ക് തരാനോ? ഞാൻ നോക്കിട്ട് ഒരാളാ തുറക്കല്ലേ? എന്തുവാ മയിൽപ്പീലി ഇരിക്കുവാ. ഇത് മൈപ്പിൽ വെച്ചേക്കുന്നേ? എടാ മയിൽപ്പീലി ഇതിനകത്തിരുന്ന് പ്രസവിക്കുമ്പോഴേ അങ്ങനെ ക്ലാസ്സിലെ മഞ്ജു ഇല്ലോ, എനിക്ക് അതിനെ കല്യാണം കഴിക്കാൻ പറ്റും. നോക്കട്ടെ. എടാ തുറക്കരുത്. ഇത് പ്രസവിച്ചില്ലല്ലോടാ. ഞാനും ആലോചിച്ചു ഒത്തിരി നാളെ അയാൾ വെച്ചിട്ട് എന്തോ അതോടത്തില്ല. അതാ ഇത് പ്രസവം നിർത്തിയ മൈപ്പീലിയാ. എന്താ കടന്നു പോകുന്നത്? ബുക്കിനകത്തെ മൈപ്പീലി കൊണ്ടുവന്ന് മഞ്ജുവിനെ ക്ലാസ്സിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത് കേട്ടോ, ഇത് നോക്കട്ടെ. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ നീ ഞാൻ ബില്ല് കൊണ്ടുവരില്ല. ടീച്ചറെ, വനജ ടീച്ചറെ, കുട്ടിയുടെ കയ്യിൽ നിന്നേ ഞാനൊരു മയിൽപ്പീലി പൊക്കിയിട്ടുണ്ട്. അതൊക്കെ മതി. ഇതിപ്പോ കുട്ടികൾ പറയുന്നത് ഇത് പുസ്തകത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന്. ടീച്ചർ ഇതാ ഹാജർ ബുക്കിനകത്തോട്ടൊന്ന് ചുരുങ്ങി കയറ്റാമോ? പറ്റത്തില്ല. ടീച്ചറെ വെച്ചിട്ട് പോവാനോ? വൈകിട്ട് വിളിക്കാമേ. മേടിച്ചോണ്ട് വരുന്നുണ്ട്. സംസാരിക്കരുത് വിടുന്നു കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുത് കേട്ടോ. ഇത് പിടിക്കട്ടെ, സ്റ്റാഫ് റൂമിൽ കൊണ്ടുവെക്കാം. അവിടെ എന്തിനു കൊണ്ടുവെക്കുക? സൗകര്യമാവും. അതിഥികളോടും ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയും ഞങ്ങളുടെ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ മംഗളകരമായ ആശംസകൾ നേർന്നുകൊള്ളട്ടെ. എൻ്റെ വാക്കുകൾ അവസാനം. പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്കു കിട്ടിയ സ്ത്രീകൾ സന്ധ്യകൾ മന്ദാരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്കു കിട്ടിയ സ്ത്രീകൾ സന്ധ്യകൾ മന്ദാരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ വിവിധമാ ഇതിഹാസ തീരം വിവിധമാ ഇതിഹാസ തീരം ഇവിടമാണാദ്യമായി മനുജാഭിലാഷങ്ങൾ ഇതളിട്ട സുന്ദര തീരം. ഓ ഓ പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ സന്ധ്യകൾ മന്ദാരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരോടും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. കാരണം നമ്മുടെ പ്രായങ്ങൾ കൂടിക്കൂടി വരികയാണ്. പക്ഷെ ചെറുപ്പമാവാൻ വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടുന്നത് നമുക്ക് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറേ പ്രാരാബ്ദങ്ങൾ നമുക്കുണ്ടെന്ന് തോന്നും. പക്ഷെ നമ്മൾ ചെറുപ്പം ആയി വിചാരിക്കുകയാണെങ്കിൽ ഈ പ്രാരാബ്ദമൊന്നും നമുക്കൊന്നുമല്ല. മാത്രമല്ല ഈ സംഗമം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെയധികം താഴേക്ക് കൊണ്ടുവന്ന് ഉയർത്തുന്ന ഒരു രീതിയാണെന്ന് നമ്മൾ വിചാരിക്കുക. മാത്രമല്ല പല പല അസുഖങ്ങളും നമുക്കുണ്ടെങ്കിൽ ഇങ്ങനെ കൂടിച്ചേരുമ്പോൾ അത് അങ്ങോട്ട് ഇങ്ങോട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ പല കാര്യങ്ങളെ കൊണ്ടും നമുക്കത് ഉപകാരപ്പെടും. മാത്രമല്ല ഇതിനകത്ത് ഈ 10-70 വയസ്സ് 68 വയസ്സ് ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ലൊരു ഹെൽത്തി ഡയറ്റിൽ കൂടെ പോവുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അത് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലാണ്ട് ഇപ്പോൾ ഇതില്ല. എന്നാലും
എൻ്റെ ഈ കിട്ടിയ അവസരം നിങ്ങൾ ഈ ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പിള്ളേരെ നോക്കണ്ടെന്നല്ല, എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ തന്നെ കുറച്ച് നേരം ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപകാരപ്പെടുത്തുകയാണ്. നന്ദി. ഒരു വ്യത്യാസമില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു ഫംഗ്ഷൻ പെട്ടെന്ന് വന്നതാണ്. പിന്നെ തൊട്ടിരിക്കുന്നത് നമ്മുടെ അച്ഛമാണ്. അച്ഛനെ പരിചയപ്പെട്ട് കഴിഞ്ഞത്. പിന്നെ അടുത്താണ് ഇവിടെ സിസിലി. മൈക്കൊന്ന് അടുത്ത് പിടിച്ച് പറയും. ഓണാക്കിയിട്ടുണ്ട്. രണ്ട് മക്കള് രണ്ടായി പുറത്താണ്. എൻ്റെ പേര് റാഫി. എൻ്റെ പണ്ടത്തെ റൂമിലാണ്. എനിക്ക് എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്, വീണാന്ന് പേര്. രണ്ട് ആൺമക്കൾ, രണ്ടുപേരും കല്യാണം 3 വർഷമായിട്ടിരിക്കും. ഞാൻ ജോസഫ് പാലിക്കാണ്. 2 മക്കൾ. അതിൽ മൂത്ത പെൺകുട്ടി യുകെയിൽ എത്തിയതായി. ഭർത്താവ് എങ്ങനെയാണ് അവിടെ താമസിക്കുന്നത്. മകൻ ദുബായിലെ ഗവൺമെൻറ് സർവീസിലെ ഓഡിറ്റിംഗ് സർവീസിലാണ്. അവിടെ ദുബായിലാണ്. വീട്ടിലെ അച്ഛനും കപ്പയും മാത്രമേ ഉള്ളൂ. അതന്നെ. അപ്പോൾ എൻ്റെ പേര് തോമസ്. അതായത് 2 മക്കൾ, 2 പേരും പുറത്താണ്. വേറെ ആരും വന്നിട്ടില്ല കൂടെ ഉണ്ടാവും. എൻ്റെ പേര് ജോൺസൺ. 2 മക്കൾ, ഒരാൾ കല്യാണം പുറത്താണ്, ഒരാൾ കോൺഗ്രസ് കമ്മിറ്റി വർക്ക് ചെയ്യുന്നു. വൈഫ് വന്നിട്ടില്ല, 2 മക്കളുണ്ട്, ഒരാളോട് പുറത്താണ്. ഞാൻ പറയുകയാണ്. ഞാൻ താമസിക്കുന്നത്. എനിക്ക് 2 കുട്ടികളാണ്. പക്ഷേ കാലത്ത് എനിക്ക് ചെറിയ കുട്ടി ക്ലാസ്സിൽ ഞാൻ ആദ്യമായിരിക്കാം. എനിക്കറിയില്ല. ആയിരുന്നു. പിന്നില്ല, നിങ്ങൾക്കൊക്കെ എന്നെ മനസ്സിലായിരുന്നു. ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഞാനും എൻ്റെ ഭാര്യയും സെറ്റിലാണ്. എനിക്കൊരു മകനുണ്ട്. അവനും അവരുടെ ഭാര്യ മകൻ കാനഡയിലാണ്. ഞങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റേഴ്സായിട്ട് വരുന്നുണ്ട്. അതിലേറെ ഈ നാട്ടിൽ ഒരുപാട് പരിചയക്കാരുണ്ട്. അവരും കൂടി കാണാൻ വേണ്ടി വരുന്നു. ഇതുപോലെ അടുത്ത മാസം ആയിരിക്കും ഞാൻ തിരിച്ചു. ഞാൻ ചോദിച്ചു വേണം എൻ്റെ വീട്ടുകാർക്ക് ഇവിടെ വരാൻ. കാരണം ഞങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ. 2 പേരും ഒരുമിച്ച് പോരാന്നുള്ളത് ആകെ കൂട്ടിയിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഉണ്ടായില്ല. അത് മാത്രമല്ല, ഞങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിലത്തെ സാധനം ഞങ്ങൾ 2 പേരും ആദ്യമുള്ള ആളുകളെ ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ദൈവം സഹായിച്ചിട്ട് വേറെ അസ്വസ്ഥതകളൊന്നുമില്ല. ഡോക്ടർമാരെ കാണാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് എനിക്ക് ഇതിന് പോകും. എൻ്റെ പേര് ജോൺസൺ. ഞാൻ എൻ്റെ ഭാര്യ സ്വന്തം ഭാര്യ സിസിലി.
പിന്നെ 2 മക്കളാണ്, രണ്ടാമത് രസമാണ്. ഞാൻ സ്കൂളിൽ കൊടുത്ത് ബാക്കിലാണ് സന്തോഷിച്ചിട്ടുണ്ട്. നിങ്ങൾ മുടക്കൂ സ്കൂളിലെ ചുമതല നോക്കാനും ഇതിനൊക്കെ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനും നോക്കാം. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ പോകാം. ശരി, ഞാനൊരു പ്രശ്നം. ഓക്കെ. ഞാൻ ജോർജ്. എൻ്റെ പേര് ജോർജ് മാട്ടോട്ടാരൻ. ഞാൻ സ്കൂളിൻ്റെ നേരെ മുമ്പിലാണ് ഇത്. പിന്നെ നേരത്തെ മക്കളോട് പറയുമ്പോൾ ജെയിംസ് മാസ്റ്റർ പറഞ്ഞല്ലോ, 2 പേർക്ക് ഞാൻ ഗിഫ്റ്റ് തരാം. അതിന് മുമ്പിലെ നമ്മൾ അല്ലെങ്കിൽ സ്കൂൾ നന്നാവുന്നത് നമ്മുടെ ഒരു ആവശ്യമല്ല. ഓക്കെ, താങ്ക് യു. ഞാൻ എൻ്റെ മൂത്ത മകളും അവരുടെ മക്കളും മനസ്സിലായോ? അത് കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കോളർ ഷർട്ടിന്റെ കോളർ 2 ഇഞ്ച് വീതിയിലാണ്. ചെടി തൊട്ട് ഇവിടെ വരില്ല കോളർ. ഇതുപോലത്തെ മുത്തോണ്ട് പിടിപ്പിച്ച് ചെറിയ ചെറിയ കടികളാണ്. ഒരു 100 മുത്തയിലും ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സ്കൂളിൽ ഒരു സ്റ്റാറായിരുന്നു. കണ്ടില്ല, ഇതാണ് എല്ലാ കോലം. കുഴപ്പമില്ല, കൈ അവിടേക്കും വെച്ചിട്ടുള്ളത്. എൻ്റെ ആകെയുള്ള ഞങ്ങൾക്ക് 2 മക്കളാണ്. ഒരാൾ അമേരിക്ക, ഒരാൾ ചെറുത്. സുഖമായിട്ട് കഴിയുന്നു. മൂത്തത് 2 കുട്ടികളെ, ഒരു ആൺകുട്ടി പെൺകുട്ടി. രണ്ടാമത്തെ 2 ആൺകുട്ടി ഇട്ടിട്ടുണ്ട്. പറയാൻ തോന്നുന്നതാണ്. നമ്മുടെ സ്കൂളിൽ വരുമ്പോൾ അവിടെ പണ്ടത്തെ ഒരു ഓർമ്മ മനസ്സിൽ തോന്നുന്നത് പോലെ ഫ്രഞ്ച് വെച്ചത് ഒരു പഴയൊരു ഓർമ്മ വന്നതാണ്. അന്ന് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മുടെ ചാക്കോളയുടെ സൺഡാക്കയുടെ ഒരു ഡിസ്പെൻസറി ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ വലിയൊരു 2 വലിയ
ഇവിടെ മദ്രാശന്മാരുണ്ട്. ഈ മദ്രാശന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ മദ്രാശന്മാരത്തിൻ്റെ ആടിയായിരിക്കും നമ്മുടെ മിക്കപ്പോഴും ഇവിടെ അസംബ്ലി ഉണ്ടാവുക. പോൾമാഷായിരിക്കും സ്ട്രിക്റ്റാണ് പോൾമാഷ. ആ സമയത്ത് ഭയങ്കര കാറ്റ് വരുന്ന സമയത്ത് മദ്രാശപ്പാട് ഇടയ്ക്കിടയ്ക്ക് വീഴും. അപ്പോൾ അതുകൊണ്ട് കാലുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ മാഷ് അപ്പോൾ ആ മദ്രാശപ്പാട് കാലുകൊണ്ട് കഴിയുമ്പോൾ എടുത്ത് അന്ന് മദ്രാശപ്പാട് പറഞ്ഞ സാധനം ആരും കണ്ടിട്ടുണ്ടാവില്ല. മദ്രാശപ്പാട് ഉണ്ടായിരുന്നു. അതൊരോർമ്മ. പിന്നെ സംഭവം ചെയ്ത് മദ്രാശപ്പാടുള്ളപ്പോൾ പലരും കല്ലിൽ കയറി. മദ്രാശപ്പാട് സ്കൂളിലൊക്കെ കല്ല് പൊട്ടിക്കൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ഈ കല്ല് എറിയുമ്പോൾ അത് കല്ല് പൊട്ടി വീഴുന്നത് രക്ഷായി മാമയുടെ വീട് എത്തിപ്പെട്ട വീട് ആരുടെ അന്നൊരു വീട് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ആ വീടിന്റെ മൗണ്ടിന്റെ വീഴ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കല്ല് എറിഞ്ഞ് കഴിയുമ്പോൾ അമ്മാമ്മ അറിയില്ല കാര്യം ആള് കോടിയുമ്പോൾ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അവിടെ നാല് അപ്പോൾ ഓഫീസിന്റെ തൊട്ടുന്നു. ഓഫീസിന്റെ അടുത്ത മദ്യപിക്കാണ് കയറി നിന്നിട്ട് അതുപോലൊരു പ്രഭാഷണം കേൾക്കാം. ചില സമയത്ത് ചാണകം കലക്കിയിട്ടുള്ള വെള്ളം ചിലപ്പോൾ അവിടുന്ന് ഒരു സ്പ്രേ പോലെ പോകും. അപ്പൊ ആർക്കൊക്കെ അത് ഭാഗ്യം ഉണ്ടാകുന്ന പറയാൻ പറ്റാണ്ട് ഒരു കാലഘട്ടമായിരുന്നു. അത് കോവിഡ് പോവാണ്. പിന്നെ ഓൾമാസ് ഇങ്ങനെ അടച്ച പെട്ടെന്ന് ഒരു ദിവസം ക്ലാസ്സിലേക്ക് ഉണ്ടാവുന്നൊക്കെ അറിയില്ല. ഈ പെരുക്ക് പട്ടിക എന്ന് പറഞ്ഞ സംഭവമൊക്കെ നമ്മൾ അന്നത്തെ കാലത്ത് എല്ലാവരും പഠിച്ചിരുന്നു. എന്നിട്ട് 64, 9 അങ്ങനത്തെ കാലത്ത് ഭാഷ ഇങ്ങനെ വെറുതെ ചിലത് ഹിന്ദി ക്ലാസ്സോ ഇടയ്ക്ക് ഓൾമാസ് ക്ലാസ്സിൽ വിസിറ്റ് വന്നിട്ട് മാഷ കഴിക്കുന്ന സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പെരുക്ക് പട്ടിക പറയണം. അപ്പോൾ ചോദിച്ചു വഴി പെരുക്ക് പട്ടിക കിട്ടണം. അതല്ലെങ്കിൽ മാഷ ഇന്ന് ചുട്ടപ്പടം കിട്ടാൻ സമയമുണ്ട്. അങ്ങനെ ആളിടയ്ക്ക് ജോലി ചെയ്യാം. 14 നമ്മൾ പെരുക്ക് പട്ടിക പഠിക്കുന്ന ശീലം അന്ന് ഉണ്ടായിരുന്നു. അതായത് പുറത്തുകൂടെ അടി അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ അന്നത്തെ ഈ സ്കൂൾ വാർഷികം അന്നത്തെ കാലത്തൊക്കെ പിള്ളേർ വലിയ ഇഷ്ടമായില്ല. അന്നത്തെ ലെവലില് സ്കൂൾ വാർഷികമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ ഈ ഹോളിൽ പോയി ആ ഹോളില് വലിയ മെയിൽ നടക്കും. അപ്പം ഇവിടെ അന്നത്തെ ഗേറ്റ് വിട്ടിട്ട് സ്കൂളിന്റെ സൈഡ് പറഞ്ഞാൽ ഈ റോഡിലേക്കാണ്. ആ ഗേറ്റില് അന്ന് നമ്മുടെ അവിടുത്തെ വലിയ നമ്മുടെ ഇതിൽ ഏറ്റവും നല്ല എനിക്ക് നടന്നിരുന്നതാണ് ജോൺസൺ ഓട്ടം തുള്ളൽ പലതും പറയുന്നു പണ്ട് അത് എവിടെ ജോൺസൺ പോയോ മാഷ് പോയി മാഷ് ഇങ്ങനെ ഒരു ഓട്ടം തുള്ളിയെ നടത്തും. അങ്ങനെ ഇരിക്കലാണ് ഇവിടെ അംസർ കയറി വന്നിട്ട് ഓട്ടം തുള്ളത്. അപ്പം എല്ലാ കൊല്ലം ഇവിടെ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പയക്കും. ഏത് ഓട്ടം തുള്ളലിന് അംസരയ്ക്ക് ഓർമ്മയുണ്ടാവും. ഓട്ടം തുള്ളിൽ അംസര നടത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോൺസൺ രണ്ടുപേരും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കോമ്പറ്റീഷൻ. പിന്നെ നാടകങ്ങൾ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. പോൾ മാഷ കാര്യത്തിനെ കുറച്ച് നമ്മുടെ പോൾ മാഷ നമുക്ക് അറിയുന്ന പോൾ മാഷ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്. അയാളുടെ ചേട്ടൻ പോൾ മാഷ് LPയിൽ. അപ്പം അന്ന് വളരെ ഭംഗിയിൽ നടന്നിരുന്നു. അതുപോലെ ഈ വെള്ളിയാഴ്ചകളിൽ 2 മണിക്കൂർ ഒഴിവുണ്ട്. 2 മണിക്കൂർ ഒഴിവുണ്ടാകുമ്പോൾ നമ്മൾ ക്വിസ് മത്സരങ്ങൾ നടത്തും. ഒരു ഓഫീസിലേക്ക് വിളിച്ചിട്ട് അതിൻ്റെ ക്ലാസ്സിൽ നിന്ന് പല ഗ്രേഡിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അന്ന് കാലത്ത് പോൾ മാഷ ഐഡിയയിലുള്ള നല്ല സംഭവങ്ങളായിരുന്നു. ആ കാലത്ത് അത് ചെയ്യുന്നതാണ് പോൾ മാഷ്. പിന്നെ ആ സമയത്ത് നമുക്ക് അന്ന് വെള്ളിയാഴ്ചകളിൽ 2 മണിക്കൂറാണ്. ഇപ്പോൾ 2 മണിക്കൂറുണ്ടാവും. പക്ഷേ വെക്കേഷൻ ക്ലാസ്സിന് ഇൻ്റർവ്യൂവിൽ ഉണ്ടാവും വെള്ളിയാഴ്ചകളിൽ. പണ്ട് കഴിഞ്ഞാൽ 12:30 വിട്ടാൽ 2:30 ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ ഇല്ല, 2 മണിക്കൂറാണ് അന്നത്തെ 2 മണി ഇല്ലേ? പണ്ട് കാലത്ത് അതുണ്ട്. അപ്പം അന്ന് ഞങ്ങൾക്ക് ഉത്സവമാണ്. അതായത് ഊണഴിക്കാൻ പോയി കഴിഞ്ഞാൽ വന്നാൽ പള്ളിയുടെ ചുറ്റും ഈ പള്ളിയുടെ ഇതുണ്ട്. ആ പള്ളിയുടെ ചുറ്റും കൊണ്ട് നോട്ടം. പിന്നെ ഇവിടെ പറമ്പുണ്ട്, കാഞ്ഞിരപ്പറമ്പ്, കുണ്ടും കുഴിയും കാഞ്ഞിരയൊക്കെ ആയിട്ടുള്ള മരം. അത് മഴക്കാലത്ത് വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പം അവിടെ അത് പറഞ്ഞു സപ്തതിയുടെ അറ്റത്തേക്ക് നിൽക്കുന്നവരും സപ്തതി ആരോഗ്യമാണ്. കുറേ ഇത്രയും കാലം ആരോഗ്യ സൗഖ്യം നിന്ന് ഈ ഭൂമിയിൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ അനുഗ്രഹം തന്ന ദൈവത്തോട് ആദ്യമായി മാതാപിതാക്കളുടെ ദൈവം അതെ നമ്മുടെ ഗുരുക്കന്മാർക്കൊപ്പം നമ്മുടെ മാതാപിതാക്കളോടൊപ്പം തന്നെയാണ് നമ്മൾ അർത്ഥം കൽപ്പിക്കുന്നത്. കാരണം അവരെ നമ്മളെ നെഞ്ചോട് ചേർത്തതും നമ്മളെ ഓർമ്മിക്കുന്നതുമായിട്ടുള്ള ആ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ അവരെ നമ്മളിപ്പോൾ നന്ദിയോടെ തന്നെയാണ് അനുസ്മരിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ LP സ്കൂളിൽ അതായത് നമുക്കിപ്പോൾ ഈ സംഗമം ഇവിടെ നടത്തുവാനായിട്ട് സഹായിച്ച LP സ്കൂളിലെ HM അനില ടീച്ചറോട് വളരെയധികം നന്ദി പറയുന്നു.
തന്നെയുമല്ല ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ഹൈസ്കൂൾ ഡെന്നി മാസ്റ്ററോടും ഞാൻ തന്നെയല്ല അവരുടെ നല്ല വാക്കുകൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്ന് നമ്മളെല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന മാസ്റ്റർക്ക് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. നമ്മുടെ ബാച്ചിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ തന്നെയല്ല ഇത് സംഘടിപ്പിക്കാനായിട്ട് വളരെയധികം പരിശ്രമിച്ച നമ്മുടെ KR ജോസ് CR KR ജോസ് നമ്മുടെ സ്കൂൾ ക്ലാസ് ലീഡറായിരുന്നു. അവരോടും ഈ ബാച്ചിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ ഈ ക്ലാസ് റൂം ബുക്ക് ചെയ്യാനും അതേപോലെ ഒരുപാട് ദിവസമായിട്ട് ജോയിനൊക്കെയുണ്ട് നമ്മുടെ സഹപാഠിയാണ് ജോയിനൊക്കെ. അവളോടും ഞാൻ ബാച്ചിൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറേ NP തോമസ് ആണ് വിദേശത്താണ് ആള് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളതിൻ്റെ സംഗമം ഒക്കെ നടത്താറുണ്ട്. തന്നെയല്ല അങ്ങോരെ LP സ്കൂളിലും ഹൈസ്കൂളിലും ബുക്ക് സ്പോൺസർ ചെയ്തതിന് തന്നെയല്ല ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം അവർക്ക് വിദേശത്തേക്ക് പോകാൻ. അങ്ങോട്ട് താല്പര്യം മനസ്സിലാക്കി അതിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. വളരെയധികം നന്ദി പറയുന്നു. സ്പോൺസർ ചെയ്തിട്ടുള്ളത് മറ്റേ AF ജോർജിനും തോമസിനും നന്ദി പറയുന്നു. പിന്നെ ഈ സഹപാഠികൾക്കുള്ള ഗിഫ്റ്റ് അത് സ്പോൺസർ ചെയ്തത് MP തോമസും AF ജോർജാണ്. അവരോടും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സ്നേഹമുള്ള എൻ്റെ സഹപാഠികളോടും അവരുടെ കുടുംബത്തിനോടും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ MTHSന്റെ അവര് എൻ്റെ നമ്പർ അത് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് വിളിച്ച് ചോദിച്ചു നിങ്ങളുടെ ബാച്ചിന്റെ സംഗമം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നമ്പർ തന്നാലേ നമ്മൾ വയസ്സിൽ ഉൾപ്പെടുത്താം. ഈ സ്കൂളിലായിട്ടുള്ള കാര്യങ്ങൾ മെസ്സേജ് വഴി അവർക്ക് കിട്ടും, അറിയാൻ പറ്റും. നമുക്കിനി ഒരു ശതവാർഷികം വരുന്നുണ്ട്. അതിൽ നമുക്ക് എങ്ങനെയൊക്കെ ആവണം എന്നുള്ള കാര്യത്തിന് തീരുമാനമെടുക്കാൻ നിങ്ങളുടെ നമ്പറുകൾ കൊടുക്കട്ടെ. ഈ 100ാം വാർഷികത്തിന്റെ പറയും ശരിക്കും പറയും കൊടുക്കാം. ശരി. प्यारी सी नन्ही सी आई कोई परी, छोटी सी प्यारी सी नन्ही सी आई कोई परी, छोटी सी प्यारी सी नन्ही सी आई कोई परी, पाल में खुशियाँ की बहारों कोई
सरगम जानूना सुर पहचानूना जाने कैसे पलकार बन गया सबसे यारी है बातें यारी है किसको चाहे वो यार बन गया मुझको धो दिया रब ने दिया आए लो मैंने गालिया आए लो मैंने गालिया बात मुस्कुराते संगीत की तरह दुनिया में मामा गीत की खुशियाँ देती है दुख ले लेती है माँ की ममता के मोल ना कोई सच में जाती है सुख से साथी है माँ के जैसे तो बोल ना कोई करो माँ की बंदगी Hey,